Hi guys, hope you're all doing great. This is gonna be our first episode of Pathoma series. USMLE സ്റ്റെപ്പ് 1 to 3 വരെയുള്ളതിൽ പലപ്പോഴും ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് പത്തോളജി. അതിൽ നമ്മൾ ബേസിക്കലി പത്തോമ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഈ പത്തോമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പലവട്ടം റിവൈസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഐ ഫെൽറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് തോന്നുന്നതാണ് വാസ്കുലർ പത്തോളജി. വാസ്കുലർ പത്തോളജിയിൽ ബേസിക്കലി ബ്ലഡ് വെസൽസിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഈ ഏത് ലെയറിലും ഇൻഫ്ലമേഷൻ വരുമ്പോഴും നമ്മൾ അതിനെ വാസ്കുലൈറ്റിസ് ആണ് പറയുക. ഓക്കെ, ഈ ബ്ലഡ് വെസൽസിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലാർജ് വെസൽ, മീഡിയം സൈസ്ഡ് ആൻഡ് സ്മോൾ സൈസ്ഡ്. ലാർജ് വെസൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമുക്കറിയാവുന്ന ഏറ്റവും ലാർജ് വെസൽ ഈസ് അയോട്ട. സോ അയോട്ട ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആർ ദ ലാർജ് വെസൽസ്. അതേപോലെ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നതാണ് മീഡിയം സൈസ്ഡ് വെസൽസ്. ഈ ആർട്ടറിയോൾസ്, വെന്യൂൾസ് ആൻഡ് കാപ്പിലറീസ് ആണ് ബേസിക്കലി സ്മോൾ സൈസ്ഡ് വെസൽസ് ആയിട്ട് പറയുന്നത്. ഈ ലാർജ് സൈസ്ഡ് വെസൽസിന് ആർട്രൈറ്റിസ് വരുന്നത് രണ്ട് ടൈപ്പാണുള്ളത്. വി വിൽ ഡീൽ വിത്ത് ഈച്ച് ടൈപ്പ് ലൈക്ക് എ കേസ് ആയിരുന്നു. Suppose a 55-year-old female is presenting to your casualty with headache and visual disturbances, and her history is suggestive of myalgia for past 2 to 3 weeks. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ യു ഫൈൻഡ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് ജോ ക്ലൗഡിക്കേഷൻ, ബ്ലഡ് റൊട്ടീൻ റിപ്പോർട്ട്സ് വന്നതിൽ ESR is elevated. So what is your first step and what is your diagnosis? Diagnosis can be obviously temporal arteritis or giant cell arteritis. ഈ ജയന്റ് സെൽ ആർട്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിലായിട്ട്, അതായത് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ എപ്പോഴും പറയുന്ന ബയോപ്സിയാണ്. ബയോപ്സിയിൽ ഗ്രാനുലോമാറ്റസ് ചേഞ്ചസ് ആൻഡ് സെഗ്മെന്റൽ ലീഷൻസ് കാണും എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുള്ളത്. ബട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. കാരണം ഈ ബയോപ്സി വന്ന അതിന്റെ റിസൾട്ട്സ് ഒക്കെ വരുന്ന ടൈമിംഗ് കൊണ്ട് മേ ബി ദ പേഷ്യന്റ് ക്യാൻ ഗോ ഇൻ ടു എ പെർമനന്റ് വിഷൻ ലോസ്. സോ ഓഫ് കോഴ്സ് നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. അതിനുശേഷം ബയോപ്സി റിസൾട്ട്സ് വരിക. ബയോപ്സി റിസൾട്ട്സിൽ ഇപ്പോൾ സെഗ്മെന്റൽ ലീഷൻസ് ഇല്ല എന്ന് പറഞ്ഞ് വി കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് ടെമ്പറൽ ആർട്രൈറ്റിസ്. അതേപോലെ ദാറ്റ്സ് ഫസ്റ്റ് സിനാരിയോ. ഇൻ സെക്കൻഡ് സിനാരിയോ, ഒരു 50-year-old ഏഷ്യൻ ഫീമെയിൽ ഈസ് കമ്മിങ് ടു യുവർ കാഷ്വാലിറ്റി. അപ്പൊ നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ BP എടുക്കുമ്പോൾ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് സൈഡ് പൾസ് ഓർ ലെഫ്റ്റ് സൈഡ് പൾസ്, of course you understood, like pulseless artery disease, that's like what you call Takayasu disease, Takayasu arteritis. ഈ ടക്കിയാസു ആർട്രൈറ്റിസിന്റെയും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് തന്നെയാണ്. അത് ഗ്രാനുലോമാറ്റസ് ലീഷൻസ് അയോട്ടയുടെ ആർച്ചിൽ വരുമ്പോഴാണ് ദി പേഷ്യന്റ് പ്രസൻസ് വിത്ത് പൾസ്ലെസ് ആർട്ടറി ഡിസീസ്. ഇതിലും ESR റിലേറ്റഡ് ആയിരിക്കും. ഇനിയും വേറൊരു ലൈക്ക് ദീസ് ആർ അബൌട്ട് ദ ലാർജ് സെൽ ആർട്രൈറ്റിസ്. ഇനി മീഡിയം സൈസ്ഡ് ആർട്രൈറ്റിസ്, ഈ 3ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞില്ലേ, ഇതിൽ മീഡിയം വെസൽ വാസ്കുലൈറ്റിസിൽ വരാവുന്ന ഒരെണ്ണമാണ് പോളിയാർട്രൈറ്റിസ് നോഡോസ. ഇത് നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആണ്. മറ്റേത് രണ്ടും ഗ്രാനുലോമാറ്റസ് ചേഞ്ചസ് ആയിരുന്നെങ്കിൽ ഇത് നെക്രോട്ടൈസിങ് ചേഞ്ചസ് ആണ്. ഇതില് ഈ വെസൽസിനുള്ളിൽ, അതായത് ഇങ്ങനെയുള്ള വെസലിനുള്ളിൽ ഫൈബ്രോയിഡ് നെക്രോസിസ് നടക്കും. എന്നിട്ട് അവിടെ കൺസ്ട്രക്ഷൻസ് വരും. അപ്പൊ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പോളി ആർട്രൈറ്റിസ് നോഡോസയാണ്. പോളി നോഡ്സ്, മൾട്ടിപ്പിൾ നോഡ്സ് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ ഒരു മുത്തുമാലയുടെ ഷേപ്പില്, സോ അതൊരു സ്ട്രിങ് ഓഫ് പേൾ അപ്പിയറൻസിലായിരിക്കും ഉണ്ടാവുക. പലപ്പോഴും ഫോർ എക്സാമ്പിൾ യു ആർ ഗെറ്റിംഗ് എ കേസ് സിനാരിയോ വിത്ത് എ പേഷ്യന്റ്, ഒരു 40-year-old മെയിൽ ഈസ് കമ്മിങ് ടു യുവർ like OP and he is having എപ്പോൾ BP ചെക്ക് ചെയ്താലും he is having a higher BP or hypertensive. One sudden day he presented with abdominal pain and melena. അപ്പോൾ നമ്മൾ ആളുടെ ബ്ലഡ്, അതായത് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പോസിറ്റീവ് SBS ഏജിങ് കൂടെ ഉണ്ടെങ്കിൽ you can suspect a polyarteritis nodosa. ഈ polyarteritis arteritis nodosa can present like renal artery stenosis also. അപ്പൊ അത് നമ്മള് കുറെ ഡിഫറൻഷ്യൽസ് വരുമല്ലോ. ഒരു യങ് ഏജ് ഉള്ള ഒരാൾക്ക് ഹൈപ്പർടെൻസീവ് ആവുന്നതിന് നമ്മൾ വി വിൽ സസ്പെക്ട് ഫോർ ലൈക്ക് റൈനൽ ആർട്ടറി സ്റ്റെനോസിസ്, പോളിയാർട്രൈറ്റിസ്, അങ്ങനെ കുറെ ഡിഫറൻഷ്യൽസ് വരുന്നതിൽ വി ഷുഡ് കൺസിഡർ ദിസ് വൺ ഓൾസോ. ഈ മെയിൻ തിങ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ വേരിയിങ് ലെവൽ ഓഫ് ലീഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഫൈബ്രോയിഡ് നെക്രോസിന്റെ തന്നെ വേരിയിങ് ലെവൽസ് ഉണ്ടാവാറുണ്ട്. ഇതിന്റെയും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. ആൻഡ് യു ക്യാൻ ഓൾസോ യൂസ് സൈക്ലോഫോസ്ഫമൈഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് കോഴ്സ്. ഈ ഒരു എന്താ പറയാ, ഈ ലൈക്ക് മീഡിയം സൈസ്ഡ് വാസ്കുലൈറ്റിസിൽ വേറൊരെണ്ണം വരുന്നതാണ് കവാസാക്കി ഡിസീസ്. Suppose ഒരു 4 or 5-year-old child is present in your casualty with a 5 days or more of fever, rashes especially in the foot, soles, and erythematous rashes and conjunctivitis. അപ്പോൾ നമുക്ക് കുറെ ഡിഫറൻഷ്യൽസ് ഇപ്പൊ കിട്ടി. സ്കാർലറ്റ് ഫീവർ ആവാം,
അങ്ങനെ കുറെ ഡിഫറൻസസ് വരും. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് കൺസിഡർ ഇസ് കവസാക്കി. കവസാക്കിയുടെ കോംപ്ലിക്കേഷൻസിൽ രണ്ട് കോംപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരാം. അതായത് കവസാക്കി ലീഡ്സ് ടു എ ഹയർ പോസിബിലിറ്റി ഓർ എ ഹയർ റിസ്ക് ഓഫ് ഹാവിങ് ത്രോംബോസിസ്. ഈ ത്രോംബോസിസ് കാരണം മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരാൻ, അതേപോലെ അല്ലെങ്കിൽ അതിലും സിവിയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് അന്യൂറിസ്മൽ റപ്ചർ. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടി സഡൻ ഷോക്കായി പോകും. സോ നമ്മൾ യൂഷ്വലി കുട്ടികളിൽ ആസ്പിരിൻ കൊടുക്കാറില്ല. ദ ഓൺലി കണ്ടീഷൻ വി ഗീവ് ആസ്പിരിൻ ഇൻ പീഡിയാട്രിക് പോപ്പുലേഷൻ ഈസ് കവസാക്കി ഡിസീസ്. കാരണം യൂഷ്വലി ആസ്പിരിൻ ഈസ് ഹയർ ലൈക്ക് വെരി എന്താ, നമ്മൾ കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ റേസ് സിൻഡ്രോം ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ആസ്പിരിൻ അവോയ്ഡ് ചെയ്യും. ബട്ട് കവസാക്കി സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ലൈൻ ഈസ് ഓൾവേസ് ആസ്പിരിൻ ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഈ കവസാക്കി ഇത് പലപ്പോഴും സെൽഫ് ലിമിറ്റഡും കൂടെയാണ്. സോ അതൊന്ന്. പിന്നെ ഒരെണ്ണമാണ്, if ഒരു 50-year-old man is coming with like gangrenous patches at the fingers and all, നമ്മൾ ആളുടെ അടുത്ത് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ആൾക്ക് ഹെവി സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ട്, ഒരു 30 pack year ഹിസ്റ്ററി, അങ്ങനെ ഒരു ഹെവി സ്മോക്കർ ഒക്കെയാണ്, ഒരു വലിയ ഏജ്, ഒരു 50 ആ ഒരു ഏജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സസ്പെക്ട് ഫോർ ബർഗേഴ്സ് ഡിസീസ്. അതിന്റെ ട്രീറ്റ്മെന്റിൽ വേറൊന്നുമില്ല, സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഗാംഗ്രീനസ് പാച്ചസ് കാരണം ഇങ്ങനെ ഒരു പോർഷൻ തന്നെ ചിലപ്പോൾ ആൾക്ക് ലോസ് ആവാനായിട്ട് മതി. ഒരു ഏരിയയിലേക്ക് തന്നെയുള്ള ബ്ലഡ് സപ്ലൈ ആണ് അഫക്റ്റഡ് ആവുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് മീഡിയം സൈസ്ഡ് ആർട്ടറീസ്. പിന്നെ വരുന്നതാണ് സ്മോൾ സെൽ ആർട്ടറൈറ്റിസ്. അതിൽ ഫസ്റ്റ് വൺ വെക്കനസ് ഗ്രാനുലോമാറ്റോസിസ്. അതിൽ ഡോക്ടർ സിത്താർത്ഥ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമോണിക് പറയുന്നുണ്ട്, വെക്കനസ് ലൈക്ക് സി. ഈ സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ നാസോഫാരിങ്സ്, ലങ്സ് ആൻഡ് കിഡ്നി. സോ ദ പേഷ്യന്റ് വിൽ ബി പ്രസന്റിങ്, ഒരു 40-year-old മാൻ, ഹി ഈസ് പ്രസന്റിങ് വിത്ത് റെക്കറന്റ് സൈനസൈറ്റിസ്, ഹീമോപ്റ്റൈസിസ്, ഹെമറ്റ്യൂറിയ. അങ്ങനെയൊക്കെ വരുമ്പോൾ യു വിൽ ഗോ ലൈക്ക് ഫോർ ഒരു സി എൻക ചെക്ക് ചെയ്യുന്നു. സി എൻക പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സസ്പെക്ട് ദ വെക്കനസ് ഗ്രാനുലോമാറ്റോസിസ്. ഇതിൽ പലപ്പോഴും നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ബൈലാറ്ററൽ ആയിട്ട് ലങ്ങിൽ ഇൻഫിൽട്രേറ്റ്സ് കാണാനായിട്ട് പറ്റും. അതേപോലെ ബയോപ്സിയിൽ ലാർജ് നെക്രോഡൈസിങ് ആയിട്ടുള്ള ഗ്രാനുലോമോസും കാണാനായിട്ട് പറ്റും. ഇതിപ്പോ നമ്മൾ സി എൻക പോസിറ്റീവ് എന്ന് പറഞ്ഞല്ലോ. ഇനി വേറെ സാധനം ഉണ്ട്, അതാണ് മൈക്രോസ്കോപ്പിക് പോളിയാൻജൈറ്റിസ്. അതിൽ പോളിയാൻജൈറ്റിസ് പീസോ, ദാറ്റ്സ് എ പി എൻക പോസിറ്റീവ്. പി എൻക ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ലങ്സ് ആൻഡ് കിഡ്നി. സോ ആൾക്ക് നാസോഫാരിങ്സ് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവില്ല, പക്ഷെ മൾട്ടിപ്പിൾ ഓർഗൻസ് അഫക്റ്റഡ് ആവും. ഇതും ഫസ്റ്റ് വൺ ലൈക്ക് നമ്മൾ പറഞ്ഞ വെക്കനസും ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ഗ്രാനുലോമാസ് ഉണ്ടാവില്ല. ആൻഡ് ദിസ് വൺ ഈസ് ആക്ച്വലി പി എൻക പോസിറ്റീവ്. ഇതിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ പോളിയാട്രൈറ്റിസ് നോഡോസ പറഞ്ഞ പോലെ തന്നെയാണ് പോളിയാൻജൈറ്റിസിനും സൈക്ലോഫോസ്ഫമൈഡും കോർട്ടിക്കോസ്റ്റെറോയിഡ്സും രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ വരുന്ന ഒന്നാണ് ചക്സ്ട്രോസ് ഡിസീസ്. ചക്സ്ട്രോസ് എന്ന് പറയുന്നത് ഇയോസിനോഫീലിയ ആണ്. പെരിഫറൽ ഇയോസിനോഫീലിയ, ആസ്മ, അതൊക്കെ കൂടെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് നെക്രോട്ടൈസിങ് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണ് ഓഫ് സ്മോൾ വെസൽസ് ആണ് ചക്സ്ട്രോസ് എന്ന് പറയുന്നത്. സോ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കേസ് സിനാറിയോയിൽ ഒരാൾക്ക് ഈസ് പി എൻക പോസിറ്റീവ് വിത്ത് ലാർജ് ANC ഈസ് വെരി ഹൈ ആൻഡ് AEC ഈസ് വെരി ഹൈ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ യു ക്യാൻ സസ്പെക്ട് ഫോർ ചക്സ്ട്രോസ് ഡിസീസ്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് HSP ആണ്. അത് ഹെനോക്സ് ക്ലോറിയൻ പർപ്യൂറ. അതില് കുട്ടികളിൽ ബട്ടക്സിലും അവരുടെ പോർഷൻ ബിഹൈൻഡ് ദ തൈസ് അവിടെയൊക്കെ ദേ വിൽ ബി പോസ്റ്റീരിയർ തൈ, ആ ഒരു റീജിയനിലൊക്കെ ഈ പർപ്യൂറിക് റാഷസ് ഉണ്ടാവും. അതില് നമ്മൾ കുട്ടികളിലൊരു റീസെന്റ് ഹിസ്റ്ററി ഓഫ് യൂറിനറി ഇൻഫെക്ഷനോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു URI ഇൻഫെക്ഷൻ ഒക്കെ കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് സംടൈംസ് ദാറ്റ് ഇസ് വെരി ഹൈ, ഹാസ് എ വെരി ഹൈ അസോസിയേഷൻ വിത്ത് IgA നെഫ്രോപ്പതി. IgA ആണ് അക്യൂമുലേറ്റ് ആവുന്നതും ഈ ഒരു ഹെമറ്റ്യൂറിയ പോലത്തെ കണ്ടീഷനിലേക്ക് പോകുന്നതും. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും ഇതിന്റെ ഒരു ഡിസീസ് പ്രോഗ്രഷൻ ഇറ്റ് ഈസ് മോസ്റ്റ്ലി എ സെൽഫ് ലിമിറ്റഡ് കണ്ടീഷൻ, ബട്ട് we mostly treat them like ഒരു self-limited condition ആണ്, but rarely we go for steroids and all. So that's about vasculitis. ഈ ചാപ്റ്ററിൽ ഇനിയും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അത്രോസ്ക്ലെറോസിസ്, ആർട്ടറിയോസ്ക്ലെറോസിസ്, അങ്ങനെ കുറെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് സ്റ്റെപ്പ് 1 ഉം 2 ഉം വാസ്കുലൈറ്റിസ് പോർഷൻസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. വൺ സച്ച് ക്വസ്റ്റ്യൻ വാസ് HBsAg പോളിയാട്രൈറ്റിസ് നോഡോസ അസോസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ. പിന്നെ ഒന്ന് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആർ ദ ഫസ്റ്റ് ലൈൻ ഇൻ കേസ് ഓഫ് ടെമ്പറൽ ആർട്ടറൈറ്റിസ്. പിന്നെ വൈ ലൈക്ക് റേസ് സിൻഡ്രോം ഈസ് ഹാവ് എ ഗ്രേറ്റ് അസോസിയേഷൻ വിത്ത് ആസ്പിരിൻ. പിന്നെന്താ
പിന്നെ IgA nephropathy and upper respiratory infection association with HSP. That's actually very important to remember. So make small mnemonics and all. I hope this video is useful. So that's about it. Thank you.